വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നൊരു ചെറിയൊരു കുട്ടി കറക്കാണ്, ഒരു ചെറിയൊരു ട്രാവലാണ്. നമ്മളെ ഉമ്മുൽക്കോയിൽ ഒരു മാംഗ്രൂവ് ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളിന്ന് ജസ്റ്റ് അവിടെ പോയി നോക്കട്ടെ എന്താ അവസ്ഥ, അടിപൊളി മാംഗ്രൂവ് ബീച്ച് ആണോ എന്ന്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 20-25 എത്ര മിനിറ്റ്സ് ഉണ്ട്, 20 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ നമ്മളെ ഷാർജ മുകളിൽ നിന്ന്. അപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 4-4:30 ഒക്കെ ആയി. അപ്പം നമുക്കൊരു സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോൾ അവിടെ എത്താമെന്ന് വിചാരിക്കണോ മാംഗ്രൂവ് ബീച്ചിൽ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ മാംഗ്രൂവ് ബീച്ചിൽ എത്തിയിട്ട് അല്ലെങ്കിൽ പോണ വഴിക്ക് കാണാം. ഓക്കെ, ഒന്ന് പുറത്ത് നമ്മൾ പോണ വഴിക്കിൽ എന്താണ് ഒരുപാട് ഒട്ടകങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് എടുക്കാൻ വേണ്ടി അറിയതാണ്. നടന്നു പോയതാ. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് നമ്മളൊരു ചാലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇലക്ഷന്റെ റിസൾട്ടിനെ കുറിച്ച് അല്ലേ. അത് ഒരാൾക്ക് കേട്ടോ കറക്റ്റ് ഏറ്റവും റിസൾട്ട് വന്നിട്ട് ഓരോ പാർട്ടിക്ക് എത്ര സീറ്റാണെന്ന് ഇപ്പം നമ്മൾ ആ കമന്റ് സെക്ഷനിൽ നോക്കും. ഏറ്റവും അടുത്ത് ലൈക്ക് കറക്റ്റോ അല്ലെങ്കിൽ ഏറ്റവും തൊട്ടടുത്ത് കമന്റ് ചെയ്ത ഒരൊറ്റ ആൾക്കാണ് പെർഫ്യൂം ഉള്ളത്. അപ്പൊ മാക്സിമം കമന്റ് ചെയ്തോളി. നമ്മള് 5-ാം തീയതി തന്നെ വിന്നർ സെലക്ട് ചെയ്യും അല്ലേ. 4-ാം തീയതി 5-ാം തീയതി വിന്നർ സെലക്ട് ചെയ്യാം. 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി നമ്മള് വിന്നറിനെ സെലക്ട് ചെയ്യും. അപ്പൊ കിട്ടിയാലും ഒരു പെർഫ്യൂം പറഞ്ഞ സാധാ പെർഫ്യൂം അല്ല, കിഡിലൻ അടിപൊളി പെർഫ്യൂം അല്ലെ. അടിപൊളി ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂം ആണ് വരാൻ പോണത്. നല്ല 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 നോട്ട്സും കാര്യങ്ങളായിട്ടുള്ള അടിപൊളി പെർഫ്യൂം ആണ്. ഇപ്പൊ ലോഞ്ചും കൂടി ഇല്ല, നമ്മള് പെർഫ്യൂം ലോഞ്ചും കൂടി ആയിട്ടില്ല. ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഓഫർ ഇട്ടത്. അപ്പൊ നോക്കാം ആരാണ് ഭാഗ്യവശാലി നോക്കാം. അപ്പൊ എന്താണ് അഭിപ്രായം, എത്ര സീറ്റ് ഉണ്ടാവും? എന്നാ ഞാൻ ഇന്ത്യടാ ആ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെർഫ്യൂമിങ് കിട്ടൂലേ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് LDF ഒരു 90. ഇല്ല, അത്ര സീറ്റ് ഇല്ലല്ലോ. BJPക്ക് ഒരു 3. ബാക്കി എത്ര സീറ്റ് ഉണ്ട് എനിക്കറിയില്ല. 100 സംതിങ് എത്ര സീറ്റാ ഉള്ളത്? ഒരു 56 സീറ്റ് UDFന്, ഒരു 80-90 LDFന്, 3 സീറ്റ് BJPക്ക്. ഇതാണ് എന്റെ പ്രഡിക്ഷൻ ഗൈസ്. ഇത് കറക്റ്റ്, ഇത് ഏകദേശം അടുത്ത ഓക്കെ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെ. 80-90 പറയാൻ പറ്റില്ല എന്ന് പറയാം. 85 സീറ്റ് LDFന്, 56 UDFന്, 4 BJP, 3 BJPക്ക്. ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പെർഫ്യൂം എനിക്കാണ്. 80-90 അല്ല, ഞാൻ കറക്റ്റ് 85 LDFന്, 56 UDFന്, 85 LDF, 56 UDF, 3 BJP. 85-56 143 സീറ്റായി എന്താ സീറ്റില്. അപ്പൊ 85-56 3 കൂടി എത്ര സീറ്റായി? 146 സീറ്റ്, 144 സീറ്റായി. അപ്പൊ എത്ര സീറ്റാണുള്ളത്? ആകെ നമുക്ക് സീറ്റുള്ള 140. 144 ഞാൻ കൂട്ടിയ 40 നന്നായിക്കോട്ടെ. എന്നാല് LDFന് 81, UDFന് 56, BJPക്ക് 3. ഇതാണ് എന്റെ പ്രഡിക്ഷൻ. ഓക്കെ, ആ പ്രഡിക്ഷൻ ശരിയാന്നുണ്ടെങ്കിൽ ആ പെർഫ്യൂം എനിക്ക്. നിങ്ങളെ പ്രഡിക്ഷൻ എന്താ പറയും? നീ പ്രഡിക്ഷൻ പറ. ശരിയാന്നുണ്ടെങ്കിൽ ആ പെർഫ്യൂം കിട്ടും. 51. ഞാൻ LDFന് 81 എന്നാ പറഞ്ഞിട്ടാ. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്. UDFന് 81. പിന്നെ LDFനോ കറക്റ്റ് പറയണം. BJPക്ക് 1, LDFന് എത്ര?
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മെയ് 4-ാം തീയതി ഇതിനൊക്കെ ഒരു തീരുമാനവും. ആർക്കാണ് ആ പെർഫ്യൂം കിട്ടാൻ പോണത്? ഓക്കെ, മിക്കവാറും എനിക്ക് തന്നെ കര പെർഫ്യൂം നിങ്ങൾക്ക് ആർക്കും കിട്ടൂല. ഗായ്സ് ഫൈനലി എത്തിയിട്ടുണ്ട്. ഒരു ഒഴിഞ്ഞ മരുഭൂമിയൊക്കെയാണ്. എവിടെ മാംഗ്രൂവ് ബീച്ച്? വെയിലില്ലാത്തോണ്ട് ഈ ഒരു ലേറ്റ് ആകാറട്ടാ. വെയിലില്ലാത്തോണ്ട് മാംഗ്രൂവ് ബീച്ചിക്ക് വന്നതാണ്. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയി. പിന്നെ നമ്മൾ പോയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഫ്രഷ്നെസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കയറിയതാ. അപ്പോൾ ഇനി തിരിച്ചു പോവാം. അപ്പോൾ എവിടെ എത്തി? അപ്പോൾ ഫൈനലി നമ്മൾ കറങ്ങി ആദ്യം ഒമാന് പോകാൻ വിചാരിച്ചു. ഇവിടെ മദയിൽ പോകാൻ വിചാരിച്ചു. ഇപ്പോൾ എന്താണ് അപ്പോൾ മദയിൽ പോകാൻ വിചാരിച്ച്. പക്ഷെ ലേറ്റ് ആയപ്പോൾ അവിടെ തിരിച്ച് അജ്മാനുള്ള മാംഗ്രൂവ് ബീച്ച്. അജ്മാനല്ല, ഉമ്മുൽക്കോയിലുള്ള മാംഗ്രൂവ് ബീച്ച് പോകാം. അവിടെ എത്തിയപ്പോഴത്തേക്കും സൺസെറ്റ് തീർന്നു. അവസാനം കറങ്ങി എത്തിപ്പെട്ടത് അജ്മാൻ ഫിഷ് മാർക്കറ്റ്. നല്ലൊരു ഫിഷ് മാർക്കറ്റാണ്. എന്തായാലും ഫിഷ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്നും നടക്കാത്തതുകൊണ്ട് ഈ ഫിഷ് മാർക്കറ്റിങ് കാണിച്ചാൽ വിചാരിച്ച് നോക്കാം. അജ്മാനിൽ ഫിഷ് മാർക്കറ്റ് എങ്ങനെ ഫുള്ള് കറക്കിയിരുന്നു. പല പ്ലാനിങ്ങിന്. ആദ്യം അവിടെ പോണം, പിന്നെ അവിടെ പോണം. ആദ്യം ഒരു സ്ഥലം പോണം വെച്ചു, അത് ഫെയിലായി, നടന്നില്ല. പിന്നെ വേറെ സ്ഥലം പോണം വെച്ചു, അത് നടന്നില്ല. ലാസ്റ്റ് എത്തിപ്പെട്ടത് ഫിഷ് മാർക്കറ്റില്. ഓളെ കാണില്ലല്ലോ. പറയൂ. പറഞ്ഞോ. ഫിഷ് മാർക്കറ്റിലാണ് പറഞ്ഞത്. ഫിഷ് വാങ്ങാൻ പോയതാണ്. എല്ലാവർക്കും സുഖല്ലേ? ഫിഷ് വാങ്ങാൻ ഇറങ്ങിയതാണ്. ഫിഷ് വാങ്ങിട്ട് നോക്കാൻ പറയാം. അപ്പൊ നമുക്ക് ഫിഷ് മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഗായ്സ്, ഒരു കാര്യമുണ്ട്. പുതിയ ഡ്രസ്സ് കറങ്ങാൻ വേണ്ടിയുള്ള പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫിഷ് മാർക്കറ്റാണ് കയറുന്നത്. സ്മെല്ലടിച്ച് ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടതാണ്. നല്ല അടിപൊളി സ്ഥലം കറങ്ങാൻ പോവാ. ലാസ്റ്റ് എത്തിപ്പെട്ടത് ഫിഷ് മാർക്കറ്റാ. ഞാൻ ഫിഷ് സൂം ചെയ്യേ. അപ്പൊ ഗായ്സ്, ഇതാണ് അജ്മാൻ ഫിഷ് മാർക്കറ്റ്. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് തന്നെ അല്ലേ? ഫിഷ് മാർക്കറ്റിലെ വാട്ടർ ഫ്രണ്ട്. ഇവിടെയാണ് എല്ലാവരും ഫിഷ് ലേലം ചെയ്യുന്ന. ഫിഷ് ലേലം ചെയ്യുന്ന സ്ഥലം അല്ലേ? ഫിഷ് കണ്ടാലോ? ഇവിടെ ഒരു ബോട്ട് വരേക്കാറല്ലേ? ബോട്ട് വന്ന് ഫിഷ് ലൈവായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഫിഷ് ഉള്ളത് വരും. അതിനെ വീഴും അടക്കപ്പിക്കും. ഞാൻ കാണിച്ചു. ക്യാമറമാൻ വാത് സുമേഷിനടുത്ത് കാട്ടി കൊടുക്കും. രമേശില്ലേ? സുമേഷില്ല, സുമേഷ്. പടക്കണ മീനാണ്. വാണ്ടവർ അജ്മാനിൽ വരിക, ഷോപ്പ് നമ്പർ 13 വരിക, എടുത്തു പോവുക. ഓക്കെ, അവളെ പേരെന്താ? ആരിച്ചിട്ടാ. ആരിച്ചിനെ കണ്ടാ മതി. അടക്കാൻ പോകണം. അപ്പൊ നാളേക്ക് ഉള്ളതാണെന്നാ പറയുന്നത്. ഇപ്പൊ വന്ന സാധനം. ഒന്നുമില്ല.
അല്ലേ ഒക്കെ ഫ്രഷ് സാധനം കൊണ്ടാവും അല്ലേ? ഇവിടെ വന്നാ ഫ്രഷ് സാധനം കിട്ടും. ഗായ്സ് ഇവിടെ ഫുള്ള് മീനാണ്. നല്ല വൈകുന്നേരം ഇവിടൊക്കെ വന്നാല് ഇത് വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ്. വൈകുന്നേരം ഈ ഭാഗത്ത് വന്നാല് ഇതാ 4 മണി 4:30 വന്നാല് ബോട്ട് വരും. മീനാളൊക്കെ ഈ ഏരിയയിൽ ഇതാ ലേലം വിളിച്ച് കൊണ്ടുപോകും. വലിയ വലിയ മീനാളൊക്കെ അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ദിവസം വരണ്ട്. ഇനി ഒരു ദിവസം വന്നിട്ട് വീഡിയോ എടുക്കണ്ട്. 4 മണി 4:30 വന്നാല് ബോട്ട് വരും. വലിയ മീനാൾ ഇവിടെ ഇടും. ലേലം വിളിക്കും. ആൾക്കാർ കൊണ്ടുപോകണ ഒരു ഏരിയയാണ്. നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. നമ്മൾ തിരിച്ചു പോവാണ്. പോയൊക്കെ എന്തൊക്കെയാ മീനെ വാങ്ങിച്ചേ? ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചേ? മത്തി, അയില ഒക്കെ വാങ്ങില്ലേ? എന്താ പരിപാടി? നല്ല കാറ്റുകൊണ്ടിങ്ങനെ ഇരിക്കല്ലേ? ഫിഷ് ക്ലീൻ ആക്കാൻ കൊടുത്തുകൊണ്ട് ഇവിടെ വന്ന് കാറ്റുകൊണ്ടിരിക്കല്ലേ? നല്ല അടിപൊളി. ഇങ്ങനെ വെള്ളമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റുമായിരിക്കും ഒരു സ്ഥലം. നമ്മള് ഫിഷ് വാങ്ങിയില്ലേ? നമ്മളെന്താ വാങ്ങിച്ചേ? എന്തൊക്കെയാ വാങ്ങിച്ചു? അയിലി മത്തി. പിന്നെ വേറെന്തൊരു പേരും കൂടി. എന്താണ്? ശരിയോ? ആണോന്നുണ്ട്. അപ്പോ എന്തൊക്കെ ഫിഷ് മാർക്കറ്റിലെ ഫിഷ് നല്ല അയിലയും മത്തിയും പിന്നെ അതേപോലെ ശേരിയും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ കറങ്ങിറങ്ങിയതാ ലാസ്റ്റ് ഫിഷ് മാർക്കറ്റിൽ എത്തിയത്. വീട്ടിൽ പോയിട്ട് നല്ല ചോറുണ്ടാക്കിട്ടില്ലേ? നമ്മളുണ്ടല്ലോ. ഞാൻ ചോറ് മാത്രം. ഞാന് കറിയും കൂട്ടാനൊക്കെ ഓളുണ്ടാക്കും. അല്ലല്ല ഇപ്പൊ ഉണ്ടാക്കും. അപ്പൊ ചെറിയ കുഞ്ഞു ബ്ലോഗാണ് ഫിഷ് മാർക്കറ്റ് ബ്ലോഗ്. കറങ്ങാൻ ഇറങ്ങിക്കാണ്ട് അവിടെ ഇവിടെ എത്തി. ലാസ്റ്റ് ഫിഷ് മാർക്കറ്റിലെത്തി. അപ്പൊ ഇനി വീണ്ടും വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ എല്ലാവർക്കും സന്തോഷം മാത്രം പറയാം. സന്തോഷം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യാം. ബൈ.